നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വനം നിയമ ഭേദഗതി നിയമം വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമമാകുന്നതോടെ ക്രൈസ്തവ സഭകളുടെ ആവശ്യം സർക്കാർ പൂർണ്ണമായും തള്ളി. ഇപ്പോൾ രൂപം നൽകിയിട്ടുള്ള നിയമത്തിൽ യാതൊരു മാറ്റവും സാധ്യമല്ലെന്ന് മുഖ്യമന്ത്രിയും വനമന്ത്രിയും നിലപാടെടുത്തതോടെയാണ് നിയമം നിയമസഭയിലേക്ക് നീങ്ങുന്നത്. PV അൻവർ MLA നിയമ ഭേദഗതിക്കെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും അടിയറവ് പറയേണ്ടതില്ലെന്നാണ് പിണറായിയുടെ നിലപാട്. UDF നേതൃത്വം അൻവറിന് പിന്നിൽ അണിനിരന്നത് വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്ന തീരുമാനത്തിൽ സർക്കാർ എത്തിച്ചു. വനനിയമ ഭേദഗതി സംബന്ധിച്ച് നവംബർ 1 ഗസറ്റ് വിജ്ഞാപനം വന്നിരുന്നു. ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ജനുവരിയിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ നിയമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനം വകുപ്പ്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഈ നിയമ ഭേദഗതി ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് ഇടുക്കിയിലെ കർഷകരെ ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കർഷകരെ കുടിയിറക്കാനും വേട്ടയാടാനും വനവകുപ്പ് ഈ നിയമ ഭേദഗതി ഉപയോഗിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. 1961 കേരള വന നിയമ ഭേദഗതി ചെയ്യുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകർ രംഗത്തെത്തിക്കഴിഞ്ഞു. വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന കർഷകരുടെ ജീവിതം വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വനത്തിൽ പ്രവേശിക്കുന്നതിനും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും കടുത്ത ശിക്ഷയാണ് ഭേദഗതി ചെയ്ത വന നിയമത്തിൽ നിർദ്ദേശിക്കുന്നത്. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ തങ്ങളുടെ ജീവിതം കൂടുതൽ സങ്കീർണമാകുമോ എന്ന ആശങ്കയാണ് കർഷകർ പങ്കുവെക്കുന്നത്. ഇടുക്കിയിലെ 70% കുടിയേറ്റ കർഷകർ വനാതിർത്തിയിൽ താമസിക്കുന്നവരാണ്. പലർക്കും സ്ഥലത്തിന് പട്ടയമില്ല. ആകെയുള്ളത് കൈവശ രേഖയാണ്. വനാതിർത്തിയിൽ നിന്ന് ചെറിയ വിറക് കഷ്ണങ്ങൾ ശേഖരിച്ചാണ് കുടിയേറ്റ കാലം മുതൽ ഇവർ അടുപ്പ് കത്തിച്ചിരുന്നത്. വനാതിർത്തിയിലെ പുഴകളിൽ നിന്ന് മീൻ പിടിക്കുന്നതും വളർത്തുമൃഗങ്ങളെ മേയ്ക്കുന്നതും തോട്ടിൽ കുളിക്കുന്നതും മറ്റാവശ്യങ്ങൾക്കായി വനമേഖലയിലൂടെ സഞ്ചരിക്കുന്നതും ഇവരുടെ ജീവിത രീതിയുടെ ഭാഗമാണ്. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഇതെല്ലാം വലിയ കുറ്റകൃത്യങ്ങളായി മാറും. ശിക്ഷയായി തടവ് അനുഭവിക്കുകയോ വൻ പിഴ അടയ്ക്കുകയോ ചെയ്യേണ്ടതായി വരുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. വനനിയമത്തിന്റെ സെക്ഷൻ 27, 62 വകുപ്പുകൾ പ്രകാരം വനത്തിനുള്ളിൽ പ്രവേശിക്കുകയോ വിറക് ശേഖരിക്കുകയോ ചെയ്താൽ 1000 രൂപ വരെയായിരുന്നു വനവകുപ്പിന് ചുമത്താവുന്ന പിഴ. ഇത്തരം കാര്യങ്ങളിൽ വനവകുപ്പ് പലപ്പോഴും പിഴ ചുമത്തിയിരുന്നില്ല. പുതിയ നിയമം വരുന്നതോടെ 25,000 രൂപയായി ഉയരും. വനത്തിലൂടെ സഞ്ചരിക്കുന്നതും വനാതിർത്തികളിലൂടെ ഒഴുകുന്ന പുഴയിൽ കുളിക്കുന്നതും മീൻ പിടിക്കുന്നതും വളർത്തുമൃഗങ്ങളെ മേയ്ക്കുന്നതും വലിയ പിഴ ചുമത്താവുന്ന കുറ്റകൃത്യങ്ങളായി മാറും. വനത്തിനുള്ളിൽ അനുമതിയില്ലാതെ പ്രവേശിച്ചാൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവും പുതിയ നിയമം വനവകുപ്പിന് നൽകുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഏതെങ്കിലും ഫോറസ്റ്റ് ഓഫീസർക്ക് മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വനത്തിൽ നിന്ന് ആരെയും അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വയ്ക്കാം. വനവകുപ്പ് വാച്ചർമാർക്ക് വരെ അറസ്റ്റിന് അനുമതി നൽകുന്ന വ്യവസ്ഥകളുമുണ്ട്. വനനിയമ ഭേദഗതി ഉത്തരവ് മരവിപ്പിക്കണമെന്ന് CPM-ഉം കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു. വനവകുപ്പിന് പോലീസിന്റെ അധികാരം നൽകുന്ന തെറ്റായ നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നത്. വനസംരക്ഷണമാണ് വനവകുപ്പിന്റെ ചുമതല. പോലീസിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം ജനങ്ങൾക്ക് ദോഷമാണ്. വനനിയമ ഭേദഗതിയിലെ സെക്ഷൻ 52 പ്രകാരം വനവുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ പങ്കെടുത്ത ആളുടെ വീട്, വാഹനം, സ്ഥലം എന്നിവയെല്ലാം വാറന്റ് ഇല്ലാതെ പരിശോധിക്കാൻ പുതിയ നിയമം അനുമതി നൽകുന്നു. വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തെറ്റായ അറസ്റ്റോ കേസെടുക്കലോ ആണ് ഉണ്ടായിട്ടുള്ളതെന്ന് തെളിയിക്കപ്പെട്ടാൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ 6 മാസം തടവും 200 രൂപ പിഴയും ചുമത്തണമെന്നാണ് നിലവിലെ നിയമം. ഇത് രണ്ടും വർദ്ധിപ്പിച്ചിട്ടില്ല. വനവകുപ്പിനെ സമാന്തര സർക്കാരായി പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ളതാണ് നിയമ ഭേദഗതിയെന്നും ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു. നിയമത്തിൽ കുറഞ്ഞത് കേരള കോൺഗ്രസ് ആണ്. നിർദ്ദിഷ്ട വന ഭേദഗതി നിയമസഭയിൽ എത്തുമ്പോൾ അവർക്ക് എതിർക്കാതിരിക്കാൻ കഴിയില്ല. സഭയ്ക്കകത്തും പുറത്തും ശക്തമായി എതിർക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് വ്യക്തമാക്കി പറഞ്ഞു. വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ രംഗത്തെത്തിയതോടെ ബുദ്ധിമുട്ടിലായതും കേരള കോൺഗ്രസ് ആണ്. ജനങ്ങൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാത്ത വനമന്ത്രിയെ മാറ്റാത്തത് ക്രൈസ്തവ സഭാംഗമായ തോമസ് K തോമസ് വനമന്ത്രിയായാൽ വനനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണെന്നും അൻവർ ആരോപിച്ചു. വനമന്ത്രിയെ എന്താണ് മാറ്റാത്തത്? NCPയുടെ പ്രസിഡന്റാണ് ആ പാർട്ടിയുടെ മന്ത്രിയെ മാറ്റാൻ പറഞ്ഞത്. മാറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് ജനം അറിയണം. മാറ്റേണ്ടി വന്നാൽ വനനിയമ ഭേദഗതി ഒപ്പിടേണ്ടത് ക്രൈസ്തവ സഭാംഗമായ തോമസ് K തോമസ് ആണ്. അദ്ദേഹം മന്ത്രിയായി വന്നാൽ ഭേദഗതിയിൽ ഒപ്പിടുമെന്ന് തോന്നുന്നുണ്ടോ? ആ സമുദായത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കും. അയാൾക്ക് ഈ നാട്ടിലിറങ്ങാൻ കഴിയില്ല. ക്രൈസ്തവ സമൂഹമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത്. അവർ സ്വാഭാവികമായി എതിർക്കില്ലേ? വനനിയമ ഭേദഗതി പാസ്സാകും മുമ്പ് തോമസ് K തോമസിന്റെ കയ്യിലേക്ക് മന്ത്രിപദം നൽകിയാൽ ബിൽ പാസ്സാകില്ലെന്ന് പിണറായിക്ക് അറിയാം. ഇത്തരത്തിൽ എല്ലാ പഴുതുകളും അടച്ചിരിക്കുകയാണ്. പത്രത്തിൽ പരസ്യം നൽകിയിട്ടില്ല, പുറത്ത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, ഗസറ്റ് വിജ്ഞാപനം ചെയ്തുവെന്നാണ് പറയുന്നത്. ഗസറ്റ് ആരാണ് കാണുക?
സംസ്ഥാനത്തെ വനം മന്ത്രിയുടെ സ്ഥിതി എന്താണ്? ഒരു ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നിട്ട് തിരിഞ്ഞു നോക്കിയോ? വൈകിട്ട് 6:30 അപകടമുണ്ടായിട്ട് 11 മണിക്കാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ചോര വാർന്നാണ് യുവാവ് മരിച്ചത്. അയാളുടെ ഫോറസ്റ്റ് ഓഫീസിൽ കയറി ജനം ചില്ലെ അടിച്ചു തകർത്തതാണ് വലിയ പ്രശ്നം. മറ്റ് MLA-മാർ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുന്നുവെന്ന് പറയുന്നു. ഞാനിനി അയാളുടെ അണ്ടിപ്പരിപ്പ് തിന്നാൻ തിരുവനന്തപുരത്തേക്ക് പോകണം. കുറെ അണ്ടിപ്പരിപ്പ് തിന്നതാണ്. വരുന്നവരെയെല്ലാം സോപ്പാക്കി വിടുകയാണ്. അയാൾക്ക് എന്താണ് പണി? ഈ വനം മന്ത്രിയുടെ സംഭാവന എന്താണ്? 3.5 കൊല്ലത്തിനിടെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ചുക്കാണ് അയാൾ ചെയ്തതെന്നാണ് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. UDF പ്രവേശന ചർച്ചകൾക്കിടെയാണ് PV അൻവർ MLA പാണക്കാട് എത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച രാഷ്ട്രീയപരമായിരുന്നില്ല എന്ന് ഇരുവരും മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തതെന്നും ഇക്കാര്യത്തിൽ തങ്ങൾ പിന്തുണ അറിയിച്ചുവെന്നും അൻവർ പറഞ്ഞു. അതേസമയം അൻവറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങൾ UDF ആയിരിക്കും തീരുമാനിക്കുക എന്ന് സാദിഖ് അലി തങ്ങളും വ്യക്തമാക്കി. UDF പ്രവേശനം സംബന്ധിച്ച് ചർച്ച നടത്താനല്ല, മലയോര ജനതയുടെ കഷ്ടപ്പാട് ചർച്ച ചെയ്യാനാണ് പാണക്കാട് എത്തിയത്. UDF പ്രധാന ഘടകകക്ഷി എന്ന നിലയ്ക്ക് വനഭേദഗതി ബില്ലിനെ എതിർക്കാനുള്ള പിന്തുണ തേടിയാണ് എത്തിയത്. പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ് ലക്ഷ്യം. അതിനെക്കുറിച്ചാണ് തങ്ങളുമായി ചർച്ച നടത്തിയത്. അടുത്തതായി പ്രതിപക്ഷ നേതാവിനെയും UDF-ലെ മറ്റ് നേതാക്കളെയും ഘടകകക്ഷികളെയും കാണും. ഇതേ കാര്യങ്ങളിൽ ചർച്ച നടത്തും. രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് UDF ചർച്ച ചെയ്ത തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. അൻവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തിൽ UDF-ന് എതിർപ്പില്ലെന്നും പുതിയ വന നിയമ ഭേദഗതി സർക്കാർ പുനരാലോചിക്കണമെന്നാണ് അഭിപ്രായമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതേസമയം അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF ആണ് പ്രതികരിക്കേണ്ടതെന്നും തീരുമാനം എടുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചുവരാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും UDF ചെയ്യുമെന്നും അതിനുതകുന്ന തീരുമാനങ്ങളാവും ഉണ്ടാവുക എന്നും തങ്ങൾ പറഞ്ഞു. വന നിയമത്തിലെ ഭേദഗതി കുറച്ച് സങ്കീർണമാണ്. അക്കാര്യത്തിൽ മനുഷ്യത്വപരമായ സമീപനമാണ് ഉണ്ടാകേണ്ടത്. അതിലെ സങ്കീർണതകൾ പരിഹരിക്കേണ്ടതുണ്ട്. വനമേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണമെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം UDF ചെയ്യും. 10 വർഷമായി UDF അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇനിയും അത് തുടരാനാവില്ല. അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള രാഷ്ട്രീയപരമായ എല്ലാ കാര്യങ്ങളും UDF-ന്റെ തീരുമാനങ്ങളിൽ ഉണ്ടാകുമെന്നും തങ്ങൾ പറഞ്ഞു. CPM സൈബർ സംഘടനകളുടെ മുൻനിര പോരാളിയായിരുന്ന ഒരിക്കൽ PV അൻവർ. പ്രതിപക്ഷ നേതാക്കളെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ കടന്നാക്രമിക്കുന്ന സ്വഭാവം. മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അൻവറിന്റെ വാക്കുകളുടെ ചൂട് പലവട്ടം അറിഞ്ഞു. അന്ന് അൻവറിന്റെ സൈബർ പോരാളികളുടെ പിന്തുണ ആവോളം ഉണ്ടായിരുന്നു. എന്തിന് മുഖ്യമന്ത്രി പോലും പിന്തുണച്ചു. ഇതിന് പിന്നാലെ പോലീസിനെയും പാർട്ടിയെയും തിരുത്താനിറങ്ങിയ അൻവറിന്റെ ഇടപെടലുകളാണ് അൻവറിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ADGP അജിത് കുമാറിനെതിരെയും മലപ്പുറം SP എന്ന സുജിത്ദാസിനെതിരെയും വിമർശിച്ചു തുടങ്ങിയ അൻവർ അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിലടയ്ക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഒടുവിൽ അൻവർ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഫോറസ്റ്റ് ഓഫീസ് ആക്രമണം എന്ന ജാമ്യമില്ലാ കേസ് കൂടി ലഭിച്ചതോടെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്തു. പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാതി എഴുതി വാങ്ങി വിവാദം അവസാനിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രി പാർട്ടിയും ആദ്യം ശ്രമിച്ചത്. മലപ്പുറത്തു നിന്ന് തിരുവനന്തപുരത്ത് നേരിട്ടെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മാധ്യമങ്ങളെ കണ്ട അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആരോപണങ്ങൾ ADGP MR അജിത് കുമാറിലേക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്കും കടുപ്പിക്കുന്നതായിരുന്നു പിന്നീട് കണ്ടത്. ഇത് അൻവറിന്റെ ഇടതുനിരയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയൊരുക്കുകയും ചെയ്തു. അൻവറിന്റെ ആരോപണങ്ങളിലെ പ്രധാനിയായിരുന്നു മലപ്പുറം മുൻ SP സുജിത് ദാസ്. സസ്പെൻഡ് ചെയ്ത വിവാദം അവസാനിപ്പിക്കൽ സർക്കാർ ശ്രമം നടന്നിരുന്നു. എന്നാൽ ഇവിടം കൊണ്ടും തൃപ്തനാകാൻ അൻവർ തയ്യാറായില്ല എന്നതായിരുന്നു പിന്നീടുള്ള പ്രതികരണം. നിരന്തര വാർത്താ സമ്മേളനം വിളിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ആരോപണങ്ങൾ PV അൻവർ തുടർന്നു. ഇതോടെ അൻവർ CPM-ന്റെ കണ്ണിലെ കരടാവുകയും ചെയ്തു. പല പാർട്ടികളിലേക്ക് ചേക്കാറാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഒടുവിൽ DMK എന്ന കക്ഷിയുണ്ടാക്കി. ചേലക്കരയിൽ DMK-യുടെ സ്ഥാനാർത്ഥി മത്സരിച്ചെങ്കിലും കാര്യമായ ചലനമുണ്ടാക്കാൻ പിന്നീട് അൻവറിന് കഴിഞ്ഞില്ല. ഇതിനിടെയാണ് വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള മാർച്ച് നടത്താൻ അൻവർ സംഘവും രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസം കരുളായിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവം കൂടി ഉണ്ടായതോടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇത് ആക്രമണങ്ങളിലേക്ക് പോവുകയും പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. തുടർന്നാണ് അൻവറിന്റെ അറസ്റ്റിൽ കലാശിച്ചത്. ഏതായാലും അൻവറിനോടുള്ള വൈരാഗ്യത്തിൽ പിണറായി കടക്കിൽ കത്തിവെക്കുകയാണ് ചെയ്യുന്നത്. വനനിയമ ഭേദഗതി പാസ്സായാൽ ഒരു പ്രബല സമുദായം ഇടതുമുന്നണിക്ക് എതിരാകും. കേരള കോൺഗ്രസ് എമ്പിനും മറിച്ചൊരു തീരുമാനം എടുക്കാനാവില്ല.